Hi everyone, welcome to Career Talks with Avodha. ഇന്നിപ്പോ വെരി എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഉള്ളത്. നമുക്കിന്ന് ലിജു ആണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ അവോധയിൽ നിന്ന് ഹാർഡ്വെയർ കോഴ്സ് ആയിട്ടുള്ള മൊബൈൽ റിപ്പയർ എഞ്ചിനീയറിംഗ് പഠിച്ച് സക്സസ്ഫുള്ളി ഇപ്പോൾ ഒരു പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. നമുക്ക് ലിജുവിനോട് ചോദിക്കാം, ലിജുവിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ലിജുവിനോട് തന്നെ ഡയറക്ട്ലി ചോദിക്കാം. ഹായ് ലിജു, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. എന്തൊക്കെയാണ് ലിജു, നമ്മുടെ ഹാർഡ്വെയർ പ്രോഗ്രാം ചെയ്ത് ഇപ്പൊ ഒരു പ്ലേസ്ഡ് ആയിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് കേട്ടു. ഇപ്പൊ എവിടെയാണ്? ഷോപ്പിലാണോ ഉള്ളത്? ലൈക് ഇപ്പം വർക്ക് ചെയ്യുന്നിടത്താണോ ഉള്ളത്? ഇടയിലാണല്ലേ. നെറ്റ്വർക്ക് എന്തോ ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ ഉള്ളിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും എവിടെയായിരുന്നു പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നത്? എറണാകുളത്ത് അല്ലെ. എറണാകുളത്ത് എവിടെയാണ്? എറണാകുളം ഇവിടെ മേലാനഗർ. എന്തായിരുന്നു? ക്ലിയർ ആയില്ല. മേനക അല്ലേ. ഓക്കെ, അവിടെ എന്തായിരുന്നു ആ ഫേമിന്റെ പേരെന്തായിരുന്നു? ഐ വേൾഡ് അല്ലേ. ഓക്കെ ഓക്കെ ഫൈൻ. എന്തായാലും കൺഗ്രാചുലേഷൻസ്. നമുക്കിപ്പം അവോധയിൽ നിന്ന് പ്ലേസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ ലിജു ആണ് ഇപ്പൊ നമുക്ക് മൊബൈൽ റിപ്പയർ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഒരു റിവ്യൂ തരാൻ വേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചുലേഷൻസ് ഫ്രം ദി ഓൾ അവോധ ഫാമിലി. നമുക്ക് മൊബൈൽ റിപ്പയർ എഞ്ചിനീയറിംഗിന്റെ പലർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ് ലിജു. നമുക്കിപ്പോ കോഴ്സസുമായിട്ടൊക്കെ വിളിക്കുന്ന സമയത്ത്, കുട്ടികൾ എൻക്വയറി ആയിട്ട് വരുന്ന സമയത്ത് ഒരു ഹാർഡ്വെയർ പ്രോഗ്രാം എങ്ങനെ, ലൈക്ക് ഇപ്പം മൊബൈലിന്റെ റിപ്പയറിങ് അല്ലെങ്കിൽ അതിന്റെ പാർട്സ്, ലൈക്ക് എല്ലാ കാര്യങ്ങളും എങ്ങനെ നമുക്ക് ഓൺലൈൻ ആയിട്ട് പഠിക്കാൻ പറ്റുന്നുള്ള വളരെ വലിയൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പൊ ലിജുവിന് എന്താണ് അവരോട് പറയാനുള്ളത്? നമ്മുടെ ഓവറോൾ അവോധയുടെ ഈ ഒരു മൊബൈൽ റിപ്പയർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് ലിജുവിന്റെ ഒരു അഭിപ്രായം? വളരെ എളുപ്പമാണ്. ഓക്കെ ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, നമുക്കിപ്പം ലൈക്ക് ഇപ്പം മറ്റുള്ള പ്രോഗ്രാംസ് ആണെങ്കിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഓൺലൈൻ പഠിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓക്കെ മനസ്സിലാവും. അപ്പം നമുക്ക് ഈ മൊബൈലിന്റെ പാർട്സുകൾ, കാര്യങ്ങൾ ഇപ്പം ഒരു വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു തന്നിട്ടാണോ അത്, അല്ലെങ്കിൽ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ വർക്ക് ഇപ്പൊ ചെയ്യുന്നിടത്ത് ഐ വേൾഡിൽ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ നമുക്ക് ഇവിടെ അവോധയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ ലിജുവിന്? പറ്റുന്നുണ്ടല്ലേ. എന്തൊക്കെയാ അവിടെ വരുന്നത്? ലൈക്ക് ജോബായിട്ട് എന്തൊക്കെയാ വരുന്നത്? അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരുന്നത്? ഇവിടെ ജോബായിട്ട് വരുന്നത് ഡിസ്പ്ലേ റിപ്പയറിങ്, പിന്നെ അതുപോലെ ടച്ച്, പിന്നെ ബോർഡ്. ഓക്കെ, ചിപ്പ് ലെവല് വരുന്നുണ്ടോ? ബോർഡിലോട്ട് നമുക്ക് ഇറങ്ങി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ അത്ര ആയില്ല, ഞാൻ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അതെ അതെ, ട്രെയിനിങ് പീരീഡ് ആണല്ലോ അല്ലെ. ഓക്കെ ഓക്കെ ഫൈൻ. എന്താണെങ്കിലും നമ്മുടെ അവോധയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ കൊണ്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ എന്താണെങ്കിലും? നന്നായി പറ്റും. ഓക്കെ, അവിടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ലൈക്ക് ഇപ്പൊ അവിടെ ഓൾറെഡി നല്ല സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ട്? നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? നല്ല ഹെൽപ്പിംഗ് ആണ്. എന്ത് ചോദിച്ചാലും പറഞ്ഞു തരുന്നുണ്ട്. ശരി ഓക്കെ. ഇപ്പൊ എത്ര മൊബൈൽസ് ഇപ്പൊ റെഡി ആക്കി ലിജു അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം? ഓക്കെ, എപ്പോഴായിരുന്നു അവോധയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്? അഡ്മിഷൻ എടുത്തത് ഞാൻ കഴിഞ്ഞ നവംബറിലായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് റിലേറ്റഡ് ആയിട്ട് കോൾ ബാക്ക് വന്ന് പ്ലേസ്മെന്റ് തരുമായിരുന്നല്ലേ ചെയ്തത്? ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളിൽ ആക്ച്വലി എന്തെങ്കിലും ഡൗട്ട്സ് വരുന്ന സമയത്തൊക്കെ ലിജു ഡൗട്ട്സ് ക്ലിയറിംഗ് സെഷൻസിലൊക്കെ കയറാറുണ്ടായിരുന്നോ? കയറാറുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഇവിടെ അവോധയിൽ ഈ മൊബൈൽ റിപ്പയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിന് മുൻപ് മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പഠിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? ലൈക്ക് ഇവിടെ എന്തായാലും അഡ്മിഷൻ എടുത്ത് എനിക്ക് തോന്നുന്നു ഫീസിന്റെ ഒരു സ്ട്രക്ചർ കൂടി കണ്ടിട്ടായിരിക്കണം. അപ്പൊ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അന്വേഷിച്ചിരുന്നോ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിനെ കുറിച്ച്? അന്വേഷിച്ചിരുന്നു. അവിടെ ഫീസ് ഒക്കെ വളരെ
വളരെ കൂടുതലായിരുന്നു അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ 2,800 രൂപ എന്നുള്ള ഒരു ഫീ സ്ട്രക്ചറിലായിരിക്കണം ലിജു ജോയിൻ ചെയ്തത്. അപ്പൊ ആ 2,800 രൂപയ്ക്ക് ഈ ഒരു മൊബൈൽ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് എന്നുള്ള അല്ലെങ്കിൽ മൊബൈൽ റിപ്പയർ എഞ്ചിനീയറിംഗ് എന്നുള്ള ഈ ഒരു പ്രോഗ്രാം അത് വെർത്തായിരുന്നോ? നന്നായിട്ട് പഠിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും കുറഞ്ഞു പോയി, കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടോ? ഓപ്പൺ ആയിട്ട് പറയാട്ടോ, ഇതിനൊന്നൊരു പ്രോബ്ലം ഇല്ല. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ. അപ്പൊ നമുക്കിപ്പം ലിജു എന്താ ബേസിക്കലി പഠിച്ചത്? എന്താ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് പോളിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. പോളിയിൽ ഏതാ ചെയ്തത്? എഞ്ചിനീയറിംഗ് പോളിക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു ഫീൽഡിലൊരു താല്പര്യം തോന്നി വന്നത് അല്ലേ? കഴിഞ്ഞില്ല, ഇടയ്ക്ക് വെച്ച് നിർത്തി വന്നതാണ്, അല്ലാതെ കഴിഞ്ഞിട്ടില്ല. സപ്ലി ഉണ്ടായിരുന്നോ? പേപ്പേഴ്സ് കിട്ടാനുണ്ടായിരുന്നോ? പേപ്പേഴ്സ് കിട്ടാനില്ല. അവിടെ വന്നപ്പോ അമ്മയ്ക്ക് വയ്യാണ്ടായി, പിന്നെ തിരിച്ചിങ്ങ് പോന്നെ. ഞാൻ മാർത്താണ്ഡം തമിഴ്നാട്ടിലായിരുന്നു പഠിച്ചോണ്ടിരുന്നത്. വീട്ടിലെ പ്രോബ്ലംസ് കാരണം നിർത്തേണ്ടി വന്നതാണല്ലേ? ഓക്കെ. എന്താണെങ്കിലും ഇപ്പൊ ഹാപ്പി അല്ലേ? നമുക്കൊരു അറ്റ്ലീസ്റ്റ് പഠിച്ചൊരു ജോബിലോട്ട് കയറാനായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഹാപ്പി അല്ലേ ലിജു? വളരെയധികം. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് പറയാനുള്ളത് നമുക്കിപ്പം അവോധയിലേക്ക് ഇനി പഠിക്കാൻ വരുന്ന, അല്ലെങ്കിൽ ലിജുവിനെ പോലെ ഒരുപാട് കുട്ടികളുണ്ടല്ലേ, അവർക്കൊരു മേ ബി ഇടയ്ക്ക് വെച്ച് ഇതുപോലെ പല കാരണങ്ങൾ കാരണം പഠിത്തം നിർത്തേണ്ടി വന്നു പോയ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫീൽഡ് പഠിക്കാൻ പറ്റാതെ പോയവരുണ്ട്. അപ്പൊ അവരോടൊക്കെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ലിജു സജസ്റ്റ് ചെയ്യുവോ? എന്താണ് അവരോടൊക്കെ ഒന്ന് പറയാനുള്ളത് ലിജുവിന്? ഒന്നുകൊണ്ട് പേടിക്കണ്ട, അവോധ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അവർ നിങ്ങളെ സഹായിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇങ്ങനെയുള്ള ലിജുവിനെ പോലെയുള്ള ഒരുപാട് പേരുടെ ഇങ്ങനെയുള്ള നല്ല വേർഡ്സിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അത്രമേൽ ഡിഫിക്കൽട്ട് ആണ് ആക്ച്വലി ഒരു ഹാർഡ്വെയർ കോഴ്സ് നമുക്ക് ഓൺലൈനായിട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ലിജുവിനെ പോലെയുള്ള ഇങ്ങനെയുള്ള കുട്ടികളുടെ, അല്ലെങ്കിൽ എല്ലാവരുടെയും പാഷൻ അത് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റണം. എല്ലാവർക്കും നല്ലൊരു കോഴ്സ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പഠിച്ച് നല്ല രീതിയിൽ ഒരു പ്ലേസ്മെന്റിൽ എത്താൻ പറ്റണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കോഴ്സുകളടക്കം അവോധയിൽ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണെങ്കിലും വളരെയധികം സന്തോഷം ലിജു, കരിയർ ടോക്സിൽ വന്ന് എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്തതിന്. നന്നായിട്ട് വർക്ക് ചെയ്യുക. ഞാൻ എൻ്റെ മൊബൈല് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ഇനി ഐവേൾഡിലോട്ടായിരിക്കും വരുന്നത്. എനിക്ക് ലിജു തന്നെയാണ് അത് ശരിയാക്കി തരേണ്ടത്. അപ്പൊ എന്താണെങ്കിലും വളരെയധികം സന്തോഷം. ഡിസ്കൗണ്ട് വേണം കേട്ടോ, ഞാൻ എന്തായാലും വരും. ഫ്രീ ആണ്, എപ്പോഴേലും വരാം. Okay, okay. Thank you so much, Liju. Thank you so much for coming to Career Talks with Avodha. Wish you all the best. നന്നായിട്ട് വർക്ക് ചെയ്യുക, നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റട്ടെ. നമുക്ക് എബ്രോഡ് വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡാണ്. നന്നായിട്ട് വർക്ക് ചെയ്യുക കേട്ടോ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ.